അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന ഇന്ത്യയോട് അമേരിക്ക ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ തീരുവകളുടെ കാര്യത്തിലെടുത്തിരിക്കുന്ന തീരുമാനം ഈ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രിയാണല്ലോ. അത് രാജ്യത്ത് തന്നെ ആദ്യം സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സുഹൃത്തിൽ നിന്നും നമുക്ക് ലഭിച്ചത് എന്താണെന്ന് അറിയാം. അപ്പോൾ അത്രയും സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പ്രതികരണത്തിലൂടെ എന്ത് സംഭവിക്കാൻ, ഒരു ഭ്രാന്തൻ നിലപാടെടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മളെയും ആക്രമിക്കുന്ന രൂപത്തിലൊക്കെ പ്രതികരിച്ചാലോ? അല്ല, ഞാൻ പറയുന്നത് അപ്പം ഞാനും ശ്രുതിയും വ്യത്യസ്ത സ്റ്റൈലിലാണത് പറയുന്നെങ്കിലും പറയുന്ന ഒരേ കാര്യമാണ്. എന്തിനാണ് ഇത്രമാത്രം ഒരു വിധേയത്വ മനോഭാവം നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം നമുക്ക് ഇറാനും നമ്മുടെമായിട്ട് നല്ല ബന്ധമുള്ളൊരു രാജ്യമാണ്. നമുക്കതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശയപരമായ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മളോട് സാംസ്കാരികമായി പോലും ബന്ധമുള്ളൊരു രാജ്യത്തിൻ്റെ പേരാണ് ഒരർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഭയങ്കരമായ ബന്ധമായിരുന്നു. ഈ അൽഖ്വയ്ദക്കെതിരെയുള്ള സമരത്തിനകത്തൊക്കെ അവർ നേരത്തെ ഇപ്പോൾ അവരുടെ കുപ്രസിദ്ധമായ അറ്റാക്കിന് ശേഷം അമേരിക്കക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ അനിശ്ചിതത്വം നിറഞ്ഞൊരു ലോകത്ത് നമ്മൾ നിൽക്കുന്നു. ആ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. ആ കാര്യത്തിൽ വേണ്ടതുപോലെ നമ്മൾ ചെയ്തില്ല. ഈ അക്രമത്തിൻ്റെ സൂചന ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ട് വേണ്ടതുപോലെ പ്രതികരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലുപരിയായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു കൃത്യമായ നിലപാട് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രേരണ ശക്തമാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറാൻ തന്നെ ഈ തോന്നിയവാസം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തോന്നിയവാസം ഞാൻ പറയുന്നത് അവരുടെ രീതിയിൽ അവർ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഒരുപക്ഷെ നമുക്കൊരു യുദ്ധന്യായം എന്ന് പറയാം. അവർ ഈ ലക്ഷക്കണക്കായ മലയാളികൾക്ക് അധിവസിക്കുന്ന ഈ മേഖലയാണ് ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത്. ആ എക്കണോമിയെ തകർക്കുക, സമ്മർദ്ദം ശക്തിപ്പെടുത്തുക, അവിടങ്ങളിലുള്ള ഗവൺമെൻറ്റുകളെ അസ്ഥിരപ്പെടുത്തുക, ഇങ്ങനെ പല ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യ പോലൊരു രാജ്യം വളരെ ശക്തമായ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ, ഇതൊരു വലിയ തരത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒന്നായി മാറണമെന്നുള്ളതാണ് നമ്മുടെ എന്താണ് എടുക്കേണ്ട ഒരു പൊസിഷൻ. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഉണ്ടാവുന്നില്ല. നമ്മുടെ ഫോറിൻ പോളിസിക്ക് ഒരു പാരാലിസിസ് സംഭവിച്ചു എന്ന ആളുകൾക്ക് തോന്നുന്ന തരത്തിലാണ് ഇന്ന് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ ഓരോ യുദ്ധവും നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടിയാണ് ശരിക്കും നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ പൊട്ടുന്ന ഓരോ ബോംബും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് പൊട്ടുന്നത് പോലെയാണ് മലയാളികളായി നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒന്നോ രണ്ടോ മനുഷ്യരുടെ ഭ്രാന്തമായ ചിന്തകൾക്ക് അവരുടെ മാത്രം, ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം വേണമെന്നൊക്കെയാണ്, അത് വാങ്ങിയിട്ടില്ല നമുക്കറിയാം. UN സെക്യൂരിറ്റി ചാർട്ടറിൻ്റെ ലംഘനമാണ്. ഞാനതിലൊക്കെ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒന്നോ രണ്ടോ ഭ്രാന്ത് പിടിച്ച മനുഷ്യരുടെ ചിന്തകൾക്ക് ശേഷം ലോകം ഇത്രമേറെ അശാന്തമായിരിക്കുന്നു, മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ആകെ ജീവിതം താറുമാറായിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്.